സത്യത്തിൽ ഇത്തരമൊരു പ്രകടനമാണോ നിങ്ങളും ഞാനൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ സ്റ്റാൻഡേർഡ് ഓഫ് കളി കൊണ്ട് നമുക്ക് സൂപ്പർ 8 സേഫാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലെന്നാണ് സത്യം. സത്യത്തിൽ പ്ലെയേഴ്സാണോ കോച്ചും മാനേജ്മെൻറ്റും ആണോ യഥാർത്ഥ സമ്മർദ്ദത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോച്ചിങ് ടീമാണെന്ന് ഞാൻ പറയും. കുറച്ച് മത്സരങ്ങൾക്ക് മുമ്പ് ന്യൂസിലാൻഡ് സീരീസ് തുടങ്ങുന്ന സമയത്ത് സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നത് ആദ്യ 3 വിക്കറ്റുകൾ വീണാലും ടീമിനെ സേഫാക്കാൻ പറ്റിയ ഒരു നിര ബാറ്റേഴ്സ് ഞങ്ങൾക്കുണ്ടെന്നാണ്. അതായത് അഗ്രസീവ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നതെന്നാണ്. സത്യത്തിൽ ആദ്യ 3 ബാറ്റേഴ്സിന് ആ ഫ്രീഡം ഇപ്പോൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലയെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സഞ്ജു പുറത്തിരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. തിലക് വർമ്മ റണ്ണേ ബോൾ കളിച്ച് ഇന്നിങ്സ് ആങ്കർ ചെയ്ത് കളിക്കേണ്ടി വരില്ലായിരുന്നു. ഇനി തിലക് റൺസ് കണ്ടെത്താൻ പാടുപെടുന്നതാണ് പ്രശ്നമെങ്കിൽ സഞ്ജു 11-ൽ ഇപ്പം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകുമായിരുന്നു. നന്നായി കളിക്കുന്ന സൂര്യയ്ക്കും ഇഷാനും കൂടി ഇപ്പോൾ തിലകിൻ്റെയും അഭിഷേകിൻ്റെയും ഒക്കെ പ്രഷർ എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് അമീർ പറഞ്ഞ പോലെ അഭിഷേക് സ്ലോഗ് ചെയ്യാൻ തന്നെയാണ് എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബോഡി ലൈനിൽ ബോൾ എറിയുന്നത് അയാൾക്ക് കളിക്കാൻ കഴിയുന്നില്ല, റൂം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇഷാൻ കിഷൻ പക്ഷേ ഇവിടെ ഈസി ആയിട്ട് റൂം കണ്ടെത്തുന്നുണ്ട്. കാരണം കുറച്ചുകൂടി ടെക്നിക്കലി പെർഫെക്റ്റാണ് അയാൾ. ഇഷാൻ അതുപോലെ തന്നെ നല്ല മത്സരപരിചയവും ഉണ്ട്. ഇതിപ്പോൾ ഒരു ആവറേജ് ഓഫ് സ്പിന്നർ ടീമിലുണ്ടെങ്കിൽ ഇന്ത്യയെ ചുരുട്ടിക്കെട്ടാമെന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് ഓർഡറിൽ ഒരു റൈറ്റ് ഹാൻഡർ ഉണ്ടെങ്കിൽ ഇവർക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ബാക്കിയുള്ള ബോളേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഇപ്പോൾ ഇല്ല. 300+ സ്കോർ നേടാമെന്നൊക്കെ സ്വപ്നം കണ്ടുവന്ന ടീമിന് 180 ഗുഡ് ടോട്ടലാണെന്ന് പറയേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിലക് വർമ്മയെ ഒരിക്കലും ടീമിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. കാരണം വിക്കറ്റ് വീണുകൊണ്ടിരിക്കുമ്പോൾ മാന്യമായ ഒരു ടോട്ടലിലേക്ക് ടീമിനെ ക്ഷമയോടെ കളിച്ചെത്തിക്കണമെങ്കിൽ ഇപ്പോൾ സൂര്യയും തിലകും ശിവം ദുബെയൊക്കെ മാത്രമേ ടീമിലുള്ളൂ. അതുകൊണ്ട് അയാൾ അത്യാവശ്യമാണ്, ടീമിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അഭിഷേകിൻ്റെ കോൺഫിഡൻസ് തിരിച്ചെത്തിക്കാതെ ഇന്ത്യക്ക് ഒരിക്കലും വേൾഡ് കപ്പ് എടുക്കാനുമാവില്ല. സത്യത്തിൽ അയാളുടെ പ്രഷർ ഒഴിവാക്കാൻ ഒരാൾ ടോപ്പ് ഓർഡറിൽ വന്നേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് മാക്സിമം ഒരു 10 ബോളിൽ താഴെ മാത്രം കളിക്കാൻ 90% സാധ്യതയുള്ള റിങ്കു സിംഗിന് പകരം സഞ്ജു 11-ൽ വന്ന് ടോപ്പ് ഓർഡർ സിമെൻറ്റ് ചെയ്യണമെന്നാണ്. അയാൾ വേഗത്തിൽ ഔട്ടാവുകയാണെങ്കിൽ പോലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് വളരെ മികച്ചതായതുകൊണ്ട് അത് ടീമിനെ ബാധിക്കില്ലെന്നാണ് തോന്നുന്നത്. ടോപ്പ് 3 കഴിഞ്ഞാലും അവിടെ സൂര്യ, തിലക്, ഹാർദിക് പാണ്ഡ്യ, ദുബെ തുടങ്ങി അക്സർ പട്ടേൽ വരെ 5ഓളം ബാറ്റ്സ്മാൻമാർ വേറെയും ബാക്കിയുണ്ടാവും കളിക്കാനായിട്ട്. ഇനി ടോപ്പ് 3-ൽ ഒരാളെങ്കിലും തിളങ്ങിയാലും ടീം സ്കോർ ഈസിയായി 200 കണ്ടെത്താനുമാവും. ഓഫ് സ്പിന്നേഴ്സിൻ്റെ ത്രെട്ട് സഞ്ജു വരുന്നത് വഴി ബാക്കി ബാറ്റേഴ്സിന് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഈസിയായി കവർ ചെയ്യാനുമാവും. സഞ്ജു ബാക്ക് ഫുട്ടിൽ ഇറങ്ങി കളിക്കുന്നതെന്നാണ് പലരും പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾക്ക് ഈസിയായി ലെങ്ത്ത് ജഡ്ജ് ചെയ്യാനും ഷോർട്ട് പിച്ച് ഗുഡ് ലെങ്ത്ത് ബോളുകളെ പവർ പ്ലേയിൽ ഔട്ടർ സർക്കിളിലേക്ക് ലോഫ്റ്റ് ചെയ്യാനും വേണ്ടി കണ്ടെത്തിയ ഒരു ടെക്നിക്കാണെന്നാണ്. വളരെ കൃത്യമായി ഇന്നിങ്സ് ആങ്കർ ചെയ്ത് കളിക്കുന്ന സഞ്ജുവിൻ്റെ പഴയ ഇന്നിങ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ODIയിൽ നേടിയ സെഞ്ചുറിയും ഒരു 87 റൺസുമൊക്കെ അയാൾ കളിച്ചെടുക്കുന്നത് അങ്ങനെ തന്നെയാണ്.